ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുൻപിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ ഭൂവിൻ്റെ കാരണമായുള്ള തമ്പുരാനെ. ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ സുഭാഷ് സാറെ, ബഹുമാനരായ അധ്യാപക സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, പ്രിയ കുട്ടികളെ, നമ്മുടെ ഈ വർഷത്തെ തനത് പ്രവർത്തനമായ എൻ്റെ വീടിന് എൻ്റെ കൈത്താങ് എന്ന പദ്ധതിയുമായി ചേർന്ന് നാം നടപ്പാക്കി വരുന്ന വിവിധങ്ങളായ പ്രവർത്തനങ്ങളിൽ ഒന്നാണല്ലോ കാർഷിക മേഖലയിലുള്ള കുട്ടികൾക്ക് അറിവ് നൽകുന്ന പദ്ധതി. കാർഷിക മേഖലയോട് താല്പര്യമുള്ള കുട്ടികളെ ഉൾച്ചേർത്ത് നാം ആരംഭിച്ച കാർഷിക ക്ലബ്ബിൽ അംഗങ്ങളായിട്ടുള്ള കുട്ടികൾക്ക് കൃഷിയിൽ ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ, കൃഷിയുടെ ബാലപാഠം അത് പറഞ്ഞു നൽകുന്നതിന് വേണ്ടി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ബഹുമാനായ സുഭാഷ് സാറിൻ്റെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഔദാര്യപൂർവ്വം നമ്മളോട് സഹകരിച്ച് ഈ കാർഷിക സെമിനാർ നയിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള സുഭാഷ് സാറിനെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ബഹുമാനരായ എല്ലാ അധ്യാപകർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഈ പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന സ്നേഹമുള്ള എല്ലാ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ഞാൻ സ്വാഗതം നേരുന്നു. സാറിനെ ഈ കാർഷിക സെമിനാർ നയിക്കുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നന്ദി. എല്ലാ കുട്ടികളും ശ്രദ്ധിച്ചിരിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് പച്ചക്കറി കൃഷിയുടെ പ്രാധാന്യത്തെപ്പറ്റി ഏകദേശം ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ചെറിയ രീതിയിൽ പച്ചക്കറി കൃഷിയിലേക്ക് വരാവുന്നതാണ്. അതുപോലെ നമ്മുടെ പച്ചക്കറി കൃഷിയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ, നിലവിൽ നമുക്ക് കേരളത്തിൽ വരുന്ന പച്ചക്കറികൾ മൊത്തം വളരെയധികം വിഷമയമായിട്ടുള്ള പച്ചക്കറിയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പച്ചക്കറി കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ആരോഗ്യത്തിന് വളരെയധികം ഹാനികരമാണ്. അതുപോലെ തന്നെ ഒത്തിരി രോഗങ്ങൾ, ക്യാൻസർ പോലുള്ള മാരകമായിട്ടുള്ള രോഗങ്ങൾ ഈ പച്ചക്കറികൾ സ്ഥിരമായിട്ട് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങളെ കണക്കിലെടുത്താണ് നമ്മൾ പച്ചക്കറി കൃഷിക്ക് അത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നത്. അതുപോലെ പച്ചക്കറി കൃഷിക്ക് മറ്റൊരു പ്രാധാന്യമുണ്ട്. നമുക്ക് ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീനും മിനറൽസ്, വിറ്റാമിൻ അങ്ങനെയുള്ള ഒത്തിരി മനുഷ്യനാവശ്യമായിട്ടുള്ള ഒത്തിരി ഘടകങ്ങൾ പച്ചക്കറിയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓരോ പച്ചക്കറിക്ക് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അതുപോലെ പച്ചക്കറി കൃഷിയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഏകദേശം ഒരു ദിവസം ഒരു വ്യക്തിക്ക് 300 ഗ്രാമോളം പച്ചക്കറി ഒരു ദിവസം ഒരു വ്യക്തി കഴിക്കണമെന്നാണ് നമ്മുടെ ഇന്ത്യൻ ഹെൽത്ത് WHO നിർദ്ദേശം. അപ്പോൾ അത്രത്തോളം പച്ചക്കറി നമുക്ക് കഴിക്കാൻ കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം സംശയമാണ്. അപ്പോൾ അത്രയും പച്ചക്കറിയും അതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി വിറ്റാമിൻ, മിനറൽസൊക്കെ നമുക്ക് ശരീരത്തിൽ കിട്ടേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പച്ചക്കറി കൃഷിയിലേക്ക് വരാം. പച്ചക്കറി കൃഷിയിൽ ആദ്യം നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കും, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നിലമൊരുക്കലാണ്. നിലമൊരുക്കി നല്ല രീതിയിലുള്ള വിത്തുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് നമുക്ക് പച്ചക്കറി കൃഷി ആരംഭിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം നിലമൊരുക്കാൻ വേണ്ടത് നിങ്ങൾക്ക് അറിയാമോ? അതൊക്കെ മറുപടി പറയാം. പച്ചക്കറി കൃഷി ചെയ്യുന്നത് മറുപടി പറയണേ. പച്ചക്കറി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നിലവർക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ആദ്യമായിട്ട് അറിയാമോ? ഷെയർ സ്ക്രീൻ വരുന്നില്ല. നമുക്ക് ആദ്യം നമ്മുടെ ഇവിടെ കേരളത്തിൽ പൊതുവെ കാണുന്ന മണ്ണിനങ്ങളെല്ലാം അമ്ലത്വം ഉള്ള മണ്ണാണ്. അമ്ലത്വമുള്ള മണ്ണെന്ന് പറയുമ്പോൾ ആസിഡ് കണ്ടൻറ്റ്, ആസിഡിൻ്റെ അംശം കൂടുതലുള്ള മണ്ണിനങ്ങളാണ് നമ്മുടെ കേരളത്തിൽ കാണുന്നത്. അപ്പോൾ അത് കാരണം നമുക്ക് മണ്ണിലുള്ള ആസിഡിൻ്റെ അംശം കുറച്ചിട്ടേ നമുക്ക് കൃഷി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം മണ്ണിൽ അമ്ലത്വം ഉണ്ടെങ്കിൽ നമുക്ക് ആ മണ്ണിൽ കൃഷി ചെയ്യുന്നതുകൊണ്ട് ചെടിയുടെ വളർച്ചയെ വളരെയധികം ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്. നമ്മൾ മണ്ണിൽ അമ്ലത്വം കുറയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, മണ്ണിൽ നമ്മൾ 1 സെൻറ്റ് സ്ഥലമാണ് നമ്മൾ കൃഷി ചെയ്യാൻ എടുക്കുന്നതെങ്കിൽ ആ 1 സെൻറ്റ് സ്ഥലത്ത് മണ്ണ് കിളച്ച്
നല്ലപോലെ ഇട്ടതിന് ശേഷം അതിലേക്ക് 1 കിലോ കുമ്മായം, കക്ക എന്ന് പറയും, കക്ക അല്ലെങ്കിൽ കുമ്മായം 1 കിലോ വാങ്ങി നമ്മൾ ആ സ്ഥലത്ത് നല്ലപോലെ വിതറി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം നമുക്ക് ജൈവവളങ്ങളാകുമ്പോൾ നമുക്ക് വീട്ടിൽ കിട്ടുന്ന ജൈവവളങ്ങൾ, ചാണകപ്പൊടി, ചാരം, അങ്ങനെയുള്ള വേപ്പുണ്ടാക്കോ അങ്ങനെ എന്തെങ്കിലും ജൈവവളങ്ങൾ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് ആ സ്ഥലത്ത് നല്ലപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ 1 സെൻറ്റ് സ്ഥലത്തേക്ക് നമുക്ക് കൃഷി ചെയ്യണമെങ്കിൽ ഏകദേശം 25 മുതൽ 30 കിലോയോളം ജൈവവളങ്ങൾ നമുക്ക് മണ്ണിൽ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ആ സ്ഥലത്ത് പച്ചക്കൃഷി ചെയ്യാം. വെള്ളരി വർഗ്ഗ വിളകളുണ്ട്, ഇലവർഗ്ഗ ചെടികളുണ്ട്, അങ്ങനെ ഒത്തിരി തരത്തിലുള്ള പച്ചക്കറികൾ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ അതിൽ നമുക്ക് ആദ്യത്തെ 1-2 കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അതിൽ നമുക്ക് പച്ചക്കറി കൃഷി നമുക്ക് പ്രശ്നത്തിൽ പറയുമ്പോൾ ഒരു സംരക്ഷിത ആഹാരമാണ്. അതുപോലെ കാൽസ്യം, അയൺ, ഫോസ്ഫറസ് എന്നീ ധാതുക്കളും വിറ്റാമിൻ ആയിട്ടുള്ള A, B, C എന്നീ വിറ്റാമിൻസും ഒത്തിരിയുള്ള നമ്മുടെ പച്ചക്കറികൾ. അപ്പോൾ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, നാരുകൾ നമുക്ക് ഈ പച്ചക്കറിയിൽ അടങ്ങിയിട്ടുണ്ട്. കാരണം പ്രോട്ടീനാണെങ്കിൽ ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്നുണ്ട്, കാർബോഹൈഡ്രേറ്റും നാരുകളൊക്കെ ദഹന പ്രക്രിയയെ വളരെയധികം സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി സംരക്ഷിത ആഹാരം തന്നെയാണ് പച്ചക്കറികൾ. അതുപോലെ നമുക്ക് പ്രായപൂർത്തിയായ ഒരാളിന് ഒരു ദിവസം 300 ഗ്രാം പച്ചക്കറികളെങ്കിലും കഴിക്കണം. അതിൽ നമ്മൾ കഴിക്കേണ്ടത് 120 ഗ്രാം ഇലക്കറികളും 90 ഗ്രാം വീതം കിഴങ്ങ് വർഗ്ഗങ്ങളും പഴവർഗ്ഗങ്ങളും പച്ചക്കറിയും. അങ്ങനെയാണ് നമ്മൾ ഒരു ദിവസം 300 ഗ്രാം പച്ചക്കറികളെങ്കിലും കഴിക്കണമെന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, WHO കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നമുക്ക് നിർദ്ദേശിക്കുന്നത് 300 ഗ്രാം പച്ചക്കറികൾ കഴിക്കണമെന്നാണ്. അപ്പോൾ നമുക്ക് നിലവിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ 1 സെൻറ്റ്, ഏകദേശം നമുക്ക് 1 സെൻറ്റിൽ പച്ചക്കറി കൃഷി ചെയ്യുകയാണെങ്കിൽ ഒരാളിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ആ 1 സെൻറ്റിൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അതുപോലെ നമുക്ക് 1 സെൻറ്റ് സ്ഥലത്തേക്ക് പലതരത്തിലുള്ള പച്ചക്കറികൾ, ഇപ്പോൾ ഒരു തരത്തിലുള്ള പച്ചക്കറി മാത്രം നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ആ പച്ചക്കറി മാത്രം നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള പച്ചക്കറികൾ നമുക്ക് കഴിക്കേണ്ടതുള്ളതുകൊണ്ട് പലതരത്തിലുള്ള പച്ചക്കറി നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു സ്ഥലത്ത് കൃഷി ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ചീരയുടെ ഇനങ്ങൾ CO1, പിന്നെ അരുൺ, അങ്ങനെയൊക്കെയുള്ള വെറൈറ്റി ഇനങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് കേരളത്തിൽ കൃഷി ചെയ്ത് വരുന്നത്. അരുൺ എന്ന് പറഞ്ഞ ഇനത്തിൻ്റെ പ്രത്യേകത നമ്മുടെ ചുവന്ന ചീരയാണ്. പിന്നെ നമുക്ക് കൃഷി ചെയ്യാവുന്നത് വെണ്ട കൃഷി ചെയ്യാവുന്നതാണ്. അപ്പോൾ വെണ്ട കൃഷി ചെയ്യാനാണെങ്കിൽ നമുക്ക് ഫെബ്രുവരി മാർച്ച് മാസങ്ങളാണ്. ഫെബ്രുവരി മാർച്ച് മാസം, അത് ഒക്ടോബർ നവംബർ എന്നീ കാലഘട്ടത്താണ് ഏറ്റവും കൂടുതൽ നമ്മൾ വെണ്ട കൃഷി ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. ഈ സമയത്ത് കൃഷി ചെയ്യാനുള്ള പ്രത്യേകത എന്ന് പറയുമ്പോൾ നല്ല രീതിയിലുള്ള വിളവ് നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ രോഗപ്രതിരോധ ശേഷിയൊക്കെ രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യതയും ഈ സമയത്ത് കൃഷി ചെയ്യുകയാണെങ്കിൽ കുറവാണ്. പിന്നെ മുളക് നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ്. മുളക് പോലെ മെയ് ജൂൺ മാസങ്ങളിലും ഡിസംബർ ജനുവരി മാസങ്ങളിലും നമുക്ക് മുളക് കൃഷി ചെയ്യാവുന്നതാണ്. പിന്നെ തക്കാളി കൃഷി ചെയ്യാവുന്നതാണ്. പിന്നെ പാവൽ, പയർ, അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന എല്ലാ കൃഷിയും നമുക്ക് അടുക്കള തോട്ടത്തിൽ ചെയ്യാവുന്നതാണ്. വഴുതന, പടവലം, കുമ്പളം, വെള്ളരി, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള കൃഷിയും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ഓരോ കൃഷിക്കും അതിൻ്റെതായിട്ടുള്ള അകലങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അകലം പാലിച്ച് നടാവും. നമുക്കിപ്പോൾ എല്ലാ ചെടികളും ഒരിടത്ത് കൂട്ടം കൂടി നിൽക്കുന്ന രീതിയിൽ നട്ട് കഴിഞ്ഞാൽ അതിന് വിളവ് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ചീര നടുകയാണെങ്കിൽ നമ്മൾ 20 സെൻറ്റിമീറ്റർ അകലം, 20 സെൻറ്റിമീറ്റർ, നമുക്ക് സ്കെയില് 15 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ അതിനകത്ത് ഇച്ചിരി കൂടെ നീളം കൂടുന്ന ഒരു അകലത്തിൽ നമ്മൾ ചീര നടാവുന്നതാണ്. അപ്പോൾ ചീരയൊക്കെ നമ്മൾ നടുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് നട്ടിട്ട് അതിനെ പറിച്ച് നേരിട്ട് നമുക്ക് മണ്ണിലേക്ക് നടുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ നടുകയാണെങ്കിൽ നമുക്ക് അധികം ആ ഒരു അകലം കിട്ടുകയും ഏറ്റവും കൂടുതൽ വിളവ് കിട്ടുകയും ചെയ്യും. അത് നമുക്ക് വെണ്ട കൃഷിയാണെങ്കിൽ നമുക്ക് ഏകദേശം 60 സെൻറ്റിമീറ്റർ മുതൽ 30 സെൻറ്റിമീറ്റർ വരെ അകലത്തിൽ നമുക്ക് വെണ്ട കൃഷി ചെയ്യാവുന്നതാണ്. മുളകാണെങ്കിൽ നമുക്ക് 45 സെൻറ്റിമീറ്റർ അകലത്തിലാണ് നടാവുന്നത്. അങ്ങനെ ഓരോന്നിനും പ്രത്യേകമായിട്ടുള്ള അകലങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ പച്ചക്കറി കൃഷിയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആവശ്യമുള്ളത് പിന്നെ വളങ്ങളാണ്. വളങ്ങളുടെ കാര്യം പറയുമ്പോൾ നമുക്ക് നിലവിൽ ഈ പച്ചക്കറി കൃഷിക്ക് 3 തരത്തിലുള്ള വളങ്ങളാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പോൾ അതിൽ വളങ്ങളുടെ കാര്യം പറയുമ്പോൾ നമുക്ക് 2 തരത്തിലുള്ള വളങ്ങൾ, നമ്മളിപ്പോൾ ആഹാരം കഴിക്കുന്നവർ തന്നെയാണ്. കൂടുതൽ കഴിക്കേണ്ട ആഹാരമുണ്ട്, കുറച്ച് കഴിക്കേണ്ട ആഹാരങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചെടികളുടെ കാര്യത്തിലും കൂടുതലായിട്ട് കഴിക്കേണ്ട ആഹാരമുണ്ട്, കുറച്ച് കൊടുക്കേണ്ട വളങ്ങളുമുണ്ട്. അപ്പോൾ അതിൽ 3 വളങ്ങളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ചെടിക്ക് അത്യന്താപേക്ഷിതമായിട്ട് വേണ്ടത്. അത് ഒന്നാമത്തെ വളം എന്ന് പറയുമ്പോൾ നൈട്രജൻ കേട്ടിട്ടുണ്ടാവുമല്ലോ. നൈട്രജൻ കേട്ടിട്ടുണ്ടോ?
അവരുടെ കേട്ടിട്ടുണ്ടോ? നൈട്രജൻ വളത്തെ പറ്റി കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നൈട്രജൻ വേണം നമുക്ക്. അതുപോലെ ഫോസ്ഫറസ് കേട്ടിട്ടുണ്ടോ? ഫോസ്ഫറസ് കേട്ടിട്ടുണ്ട്. പിന്നെ പൊട്ടാഷ് കേട്ടിട്ടുണ്ടോ? പൊട്ടാസ്യം എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ 3 വളങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ചെടിക്ക് വളർച്ചയുടെ ഘട്ടങ്ങളിൽ നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത്. പിന്നെ അതുപോലെ നമുക്ക് സൂക്ഷ്മവളങ്ങൾ കാൽസ്യം, ബോറോൺ, മെഗ്നീഷ്യം, സിങ്ക്, അലുമിനിയം തുടങ്ങിയ ഒട്ടേറെ സൂക്ഷ്മമൂലങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ സൂക്ഷ്മമൂലങ്ങൾ നമുക്ക് സാധാരണ വളങ്ങൾ കിട്ടുന്നതോടൊപ്പം തന്നെ ജൈവവളത്തിൽ കൂടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി അധികം ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് 3 തരത്തിലുള്ള വളങ്ങളെ പറ്റിയാണ് അടുത്ത് പറയുന്നത്. അപ്പോൾ നമുക്ക് യൂറിയ, ഫാക്ടംഫോസ്, പൊട്ടാഷ് എന്ന് പറയുന്ന 3 വളങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൽ യൂറിയ അല്ല, നൈട്രജൻ വളത്തിൻ്റെ ഏറ്റവും കൂടുതലുള്ള പ്രയോജനം ചെടികളുടെ പച്ചപ്പ് നിലനിർത്താൻ വേണ്ടി സഹായിക്കും. അപ്പോൾ നമുക്ക് ഈ നൈട്രജൻ വളം മണ്ണിൽ കുറവാണെങ്കിൽ ആ ചെടി മൊത്തത്തിൽ ഒരു മഞ്ഞളിച്ച രീതിയിൽ മഞ്ഞ കളറിൽ കാണാൻ സാധിക്കും. അപ്പം മഞ്ഞളിപ്പ് കാണുന്നുണ്ടെങ്കിൽ ചെടികൾക്ക് നൈട്രജൻ വളത്തിൻ്റെ കുറവാണെന്ന് മനസ്സിലാക്കാം. അതുപോലെ ഫോസ്ഫറസ് ആണെങ്കിൽ ഫോസ്ഫറസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ചെടികളുടെ വേരിൻ്റെ വളർച്ചയ്ക്ക് ആദ്യത്തെ നമ്മൾ ചെടി നടുന്ന സമയത്തുള്ള ഒരു വേരിൽ മണ്ണ് പിടിക്കാനും മണ്ണിൽ വേര് പിടിക്കാനും അങ്ങനെയുള്ള വേരിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് കൂടുതലായിട്ട് നമ്മൾ ഫോസ്ഫറസ് വളങ്ങൾ ഉപയോഗിക്കുന്നത്. അതുപോലെ പൊട്ടാഷ് വളം നമുക്ക് വളരെ അത്യാവശ്യമുള്ളൊരു വളമാണ്. നമുക്ക് ഈ കായകളൊക്കെ പൂക്കൾ കൂടുതൽ ഉണ്ടാകാനും നല്ല രീതിയിൽ കായ പിടിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഫോസ്ഫറസ് വളങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് 3 വളങ്ങൾ നമുക്ക് പിന്നെ ജൈവ രീതിയിൽ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ അതുകൂടെ ഞാൻ പറഞ്ഞു പോകാം. അപ്പോൾ അതിൽ നമുക്ക് നൈട്രജൻ വളങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നമ്മുടെ ജൈവവളങ്ങൾ, ഇപ്പം പശുവിൻ്റെ ചാണകം ഉണങ്ങി പൊടിച്ചതോ അല്ലെങ്കിൽ ആടിൻ്റെ വളമോ കോഴിവളം അങ്ങനെയുള്ള വളങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് നൈട്രജന് വേണ്ടിയിട്ട്. നൈട്രജൻ്റെ കുറവ് നമുക്ക് ചെടികൾ നടുമ്പോഴാണെങ്കിൽ നമുക്കൊരു മഞ്ഞളി പോലെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ജൈവവളങ്ങൾ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ചാണകപ്പൊടി, കോഴിവളം അല്ലെങ്കിൽ ആടുവളം അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നമുക്ക് ആദ്യം നൈട്രജൻ വളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഫോസ്ഫറസ് വളത്തിൻ്റെ കുറവ് കാണുന്നുണ്ടെങ്കിൽ ഇലകളുടെ അരികുഭാഗമൊക്കെ ഈ കരിഞ്ഞ രീതിയിൽ കാണുന്നുണ്ടെങ്കിൽ അത് ഫോസ്ഫറസിൻ്റെ കുറവാണ്. നമ്മൾ ഇലകളുടെ അരികുഭാഗമൊക്കെ കരിഞ്ഞാണ്. നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ ഇലകളുടെ അരിഭാഗം കരിഞ്ഞ് കാണുകയാണെങ്കിൽ അത് ഫോസ്ഫറസിൻ്റെ കുറവാണ്. ഫോസ്ഫറസിൻ്റെ കുറവ് നമുക്ക് പിന്നെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നത് എല്ലുപൊടി വാങ്ങി നമുക്ക് ഉപയോഗിക്കാം. എല്ലുപൊടി നമുക്ക് വാങ്ങാൻ കിട്ടും. വളക്കടയിലൊക്കെ ആണെങ്കിൽ നമുക്ക് എല്ലുപൊടി വാങ്ങാൻ കിട്ടും. അപ്പോൾ എല്ലുപൊടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ പൊട്ടാസ്യത്തിൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തീയൊക്കെ കത്തിക്കുമ്പോൾ കിട്ടുന്ന വെണ്ണീർ അല്ലെങ്കിൽ ചാരം നമുക്ക് ഉപയോഗിക്കാം. ചാരം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ പൊട്ടാസ്യത്തിൻ്റെ അളവ് മണ്ണിൽ കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇതിൽ 3 വളം നമ്മൾ ചെയ്യേണ്ട സമയം കൂടെ ഒന്ന് പറഞ്ഞു പോകാം. എല്ലാ ചെടിക്ക് ഏകദേശം പച്ചക്കറിയൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. അപ്പോൾ അടിവളമായിട്ട് നമ്മൾ നില ഒരുക്കുന്ന സമയത്ത് പിന്നെ ചാണകപ്പൊടിയും എല്ലുപൊടിയും കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുക. കാരണം ചെടിയുടെ ആദ്യ സമയത്തുള്ള വളർച്ചയ്ക്കാണ് പിന്നെ എല്ലുപൊടിയുടെ ആവശ്യം. വേരിൻ്റെ വളർച്ചയും വേര് പെട്ടെന്ന് മണ്ണിൽ പിടിക്കാനും മണ്ണിൽ നല്ല രീതിയിൽ ചെടി മുളച്ച് വരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന പൊട്ടാഷാണ്. അതുപോലെ പൂക്കളും കായകളും നമുക്ക് ചെടികളിൽ ആദ്യത്തെ നമുക്കിപ്പോൾ പയർ, പാവൽ അങ്ങനെയുള്ള ചെടികളാണെങ്കിൽ ആദ്യത്തെ 1-2 പൂക്കൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ചാരം അല്ലെങ്കിൽ വെണ്ണീർ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നമുക്ക് പൂക്കൾ കൂടുതൽ ഉണ്ടാകുന്നതിനും കായ പിടിക്കുന്നതിനൊക്കെ ഒത്തിരി സഹായിക്കുന്നുണ്ട്. പിന്നെ നമുക്കുള്ളത് സ്ഥലത്ത് എങ്ങനെ നമുക്ക് ഈ അടുക്കളത്തോട്ടം നിർമ്മിക്കുക എന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. അപ്പോൾ അടുക്കളത്തോട്ടം നിർമ്മിക്കാനാണെങ്കിൽ നമുക്ക് 1 സെൻറ്റ് സ്ഥലം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1 സെൻറ്റ് സ്ഥലം നമുക്കുണ്ടെങ്കിൽ 1 സെൻറ്റ് സ്ഥലത്ത് നമുക്ക് അടുക്കളത്തോട്ടം നല്ല രീതിയിൽ ചെയ്യാവുന്ന ഒരു വീട്ടിലേക്ക് അത്യാവശ്യം ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും നമുക്ക് എല്ലാ ദിവസവും നമ്മൾ പുറത്തുനിന്നായിരിക്കും നമ്മൾ മാർക്കറ്റിൽ പോയിട്ടായിരിക്കും പച്ചക്കറി മേടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു അടുക്കളത്തോട്ടം ഉണ്ടെങ്കിൽ ഏകദേശം നമുക്കൊരു ആഴ്ചയിൽ 1-2 ദിവസത്തെ പച്ചക്കറി നമുക്ക് അടുക്കളത്തോട്ടം നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നിലവിൽ നമുക്ക് അടുക്കളത്തോട്ടം നിർമ്മിക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുമ്പോൾ ആദ്യം പിന്നെ 1 സെൻറ്റ് സ്ഥലം എന്ന് പറയുമ്പോൾ 40 മീറ്റർ നീളം 40 മീറ്റർ വീതിയും ഉള്ളൊരു ഏരിയയാണ് നമുക്ക് 1 സെൻറ്റ് സ്ഥലമായിട്ട് എടുക്കുന്നത്. അപ്പോൾ ആ 1 സെൻറ്റ് സ്ഥലത്ത് നമുക്ക് പലതരത്തിൽ പ്ലോട്ട് തിരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചീര, വെണ്ട, വഴുതന, മുളക്, തക്കാളി, പയർ, പാവൽ അങ്ങനെയുള്ള എല്ലാ കൃഷികളും നമുക്ക് ഓരോ സ്ഥലങ്ങൾ നമുക്ക് ഓരോ കൃഷിക്കായിട്ട് നമുക്ക് മാറ്റി വയ്ക്കും. ഓരോ തരത്തിലുള്ള പച്ചക്കറി ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണെങ്കിൽ എല്ലാ സമയത്തും നമുക്ക് എല്ലാ പച്ചക്കറികളും ലഭിക്കുന്നതാണ്. അല്ല നമുക്കിപ്പം ഇവിടെ കൃഷി ചെയ്യാൻ പറ്റാത്ത പച്ചക്കറികളുണ്ട്. അതിപ്പോൾ നമുക്കറിയാം സവാള അങ്ങനെയൊക്കെയുള്ള പൊട്ടറ്റോ
ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്കിവിടെ കൃഷി ചെയ്യാൻ പറ്റുകയില്ല. മറ്റുള്ള സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ നമുക്ക് അടുക്കള തോട്ടത്തിൽ കൃഷി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് അടുക്കള തോട്ടം നമ്മൾ ചുറ്റിലും ഒരു വേലി കെട്ടേണ്ട ആവശ്യമില്ല. കാരണം അപ്പം മറ്റുള്ള മൃഗങ്ങളോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ തോട്ടത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടി വേലി കെട്ടേണ്ട ആവശ്യമുണ്ട്. അപ്പം വേലി കെട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചെറിയ രീതിയിൽ വേലി കെട്ടിയിട്ട് നമുക്ക് കോവല്, അമരപ്പയർ, ചതുരപ്പയർ അങ്ങനെയുള്ള വള്ളി ചെടികളൊക്കെ നമുക്ക് വേണമെങ്കിൽ വേലിയിൽ നമുക്ക് വളർത്താവുന്നതാണ്. വളർത്തി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കായ്കൾ നമുക്ക് പച്ചക്കറിയായിട്ട് ലഭിക്കുകയും ചെയ്യും. അതുപോലെ നമുക്കൊരു വേലിയായിട്ട് അത് നിൽക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് അതിനുള്ളിലേക്ക് നമുക്ക് പച്ചക്കറി കൃഷികളൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് കൃഷി ചെയ്യുമ്പോൾ നമുക്ക് 2 തരത്തിൽ കൃഷി ചെയ്യാം. ഒന്നിൽ നമുക്ക് ഗ്രോ ബാഗിലോ അറിയായിരിക്കും, ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ മൺചട്ടിയിലോ അല്ലെങ്കിൽ ചാക്കിലൊക്കെ ആയിട്ട് നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് തറയിലും കൃഷി ചെയ്യാം. അപ്പോൾ ചാക്കിലും മറ്റുള്ള ഗ്രോ ബാഗിലൊക്കെ കൃഷി ചെയ്യുമ്പോഴുള്ള ദോഷം എന്ന് പറഞ്ഞാൽ ചെടികളുടെ വേരിൻ്റെ വളർച്ച വളരെ കുറവായിരിക്കും. കാരണം നമ്മൾ കൊടുക്കുന്ന ആ ഒരു ബാഗിനകത്തോ അല്ലെങ്കിൽ ചാക്കിനകത്തുള്ള ഒരു മണ്ണിലായിരിക്കും ഈ ചെടി വളരുന്നത്. അപ്പോൾ അതിൻ്റെ വേരിൻ്റെ വളർച്ച കുറവായിരിക്കും. പൊതുവിൽ നമുക്ക് തറയിൽ നടന്ന ചെടിയേക്കാൾ വളർച്ചയിലും കായ്ഫലത്തിലും ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും. പിന്നെ നമുക്ക് അപ്പോൾ അക്കാര്യം ശ്രദ്ധിക്കുക, തറയിൽ നടന്നതായിരിക്കും നല്ലത്. പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നിലവൊരുക്കുമ്പോൾ നല്ലപോലെ കിളച്ച് വൃത്തിയാക്കി നല്ലപോലെ ഇടുക. കളകളൊന്നും വരാതെ വണ്ണം കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ. നമുക്ക് വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. ഈ സ്ഥലങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്ഥലത്ത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് 20 ഗ്രാം വിത്ത് വേണം. 20 ഗ്രാമിൻ്റെ അളവാണ് നമുക്ക് വിത്ത് വേണ്ടി വരിക. അപ്പോൾ നമുക്ക് നടേണ്ട അകലം എന്ന് പറയുമ്പോൾ 2 മീറ്റർ അകലത്തിലാണ് നമ്മൾ വെള്ളരി വർഗ്ഗങ്ങൾ നടേണ്ടത്. കാരണം വെള്ളരി വർഗ്ഗങ്ങളുടെ ഒരു പ്രത്യേകത അറിയാമല്ലോ, വള്ളി ആയിട്ട് പടർന്നു പോകുന്ന ഇനങ്ങളാണ് വെള്ളരി വർഗ്ഗ വിളകൾ. അപ്പം പടർന്നു പോകുന്ന ചെടിയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം അകലം വേണം. നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് നട്ടിട്ട് എല്ലാ ചെടിയും കൂടെ തിങ്ങി ഞെരുങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സ്ഥലത്ത് സൂര്യപ്രകാശം വേണ്ടത്ര കിട്ടുകയില്ല. സൂര്യപ്രകാശം കിട്ടുന്നത് കുറയുമ്പോൾ നമുക്ക് വളർച്ചയും കുറയും, ചെടിയുടെ വളർച്ചയും കുറയും. അതുപോലെ ചെടിയിലെ കായ്ഫലത്തിൻ്റെ അളവ് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ വഴുതനവർഗ്ഗത്തിലുള്ള ചെടികൾ നടാനാണെങ്കിൽ നമുക്ക് ഏകദേശം 2 ഗ്രാം വിത്ത് മതിയാവും. കാരണം വഴുതനവർഗ്ഗത്തിലുള്ള ചെടികളുടെ വിത്തിൻ്റെ വലിപ്പം കുറവാണ്. അതുകൊണ്ട് 2 ഗ്രാം വിത്ത് ഉണ്ടെങ്കിൽ നമുക്ക് 1 സെൻറ്റ് ദൂരത്ത് കൃഷി ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ചെടികൾ നടുമ്പോൾ 75 സെൻറ്റിമീറ്റർ അകലം പാലിക്കണം. ഏകദേശം 3/4 മീറ്റർ അകലമാണ് നമ്മൾ ചെടികൾ തമ്മിൽ നൽകേണ്ടത്. പിന്നെ പയർ, നമ്മൾ നേരത്തെ പറഞ്ഞ പയറിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ വെള്ളരി വർഗ്ഗ വിളകൾ പോലെ തന്നെയാണ്. പിന്നെ 2 മീറ്റർ അകലത്തിലാണ് നടേണ്ടത്. പിന്നെ വെണ്ട കൃഷി നമ്മൾ വഴുതനയൊക്കെ പറഞ്ഞ പോലെ 75 സെൻറ്റിമീറ്റർ അകലത്തിൽ നടേണ്ടതാണ്. പിന്നെ ചീര നമുക്കറിയാം, ഇലവർഗ്ഗത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് വിളവെടുക്കാൻ പറ്റുന്ന ഒരു ഇനമാണ് ചീര. നമുക്ക് ഏകദേശം നട്ട് കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് 20 ദിവസം കൊണ്ട് പിന്നെ വളർച്ച കിട്ടുന്ന ചീരകളുണ്ട്. പക്ഷേ നല്ല രീതിയിൽ വളപ്രയോഗം ചെയ്യുകയാണെങ്കിൽ 20 ദിവസം കൊണ്ട് നമുക്ക് ചീര പറിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 15 സെൻറ്റിമീറ്റർ അകലത്തിൽ, ഒരു സ്കെയിലിൻ്റെ അത്രയും അകലത്തിൽ നമുക്ക് ചീര കൃഷി ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ജൈവവളങ്ങളുടെ നേരത്തെ നമ്മൾ പറഞ്ഞു. പിന്നെ ചാണകപ്പൊടി, ആടുവളം, പിന്നെ അങ്ങനെയുള്ള വളങ്ങളൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. അതിന് പുറമെ നമുക്ക് പിന്നെ ചാണകവും പിന്നെ വേപ്പും പിണ്ണാക്കും വേണമെങ്കിൽ കുളിപ്പിച്ച് നമുക്ക് നൽകാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒത്തിരി പയറൊക്കെ നമ്മൾ വളർത്തി വരുമ്പോൾ പെട്ടെന്നൊരു മഞ്ഞളിപ്പോ അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് കാണുകയാണെങ്കിൽ നമുക്ക് ചാണകവും വേപ്പും പിണ്ണാക്കും 1 കിലോ ചാണകവും 1 കിലോ വേപ്പും പിണ്ണാക്കും എടുത്ത് 5 ലിറ്റർ വെള്ളത്തിൽ കലക്കുക. ചാണകം 1 കിലോ ചാണകം 5 ലിറ്റർ വെള്ളത്തിൽ കലക്കുക. 1 കിലോ പിന്നെ വേപ്പും പിണ്ണാക്കും എടുത്ത് 5 ലിറ്റർ വെള്ളത്തിൽ കലക്കുക. ഇത് രണ്ടും കൂടെ നമ്മൾ ഒരു ടിന്നിൽ ഒരു ബക്കറ്റ് അതിലിട്ട് വയ്ക്കുക. ഇത് എല്ലാ ദിവസവും ഇളക്കി കൊടുക്കുക. 3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഈ വെള്ളം ഒരു ലിറ്റർ വെള്ളം എടുക്കുകയാണെങ്കിൽ അതിൽ 10 ലിറ്റർ വെള്ളം കൂടി ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം നമുക്ക് തളിച്ചു കൊടുക്കാം. ഇലകളിലും പിന്നെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ പെട്ടെന്നുള്ള മഞ്ഞളിപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട് സഹായിക്കും. ജൈവവളത്തിലാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് ഉപയോഗിക്കാവുന്നത് പച്ചില വളങ്ങൾ. വളങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ കമ്പോസ്റ്റൊക്കെ അറിയാമല്ലോ. നമുക്ക് ഈ മണ്ണിലെ കമ്പോസ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ജൈവവളമായിട്ട് ഉപയോഗിക്കാം. അതുപോലെ ചാണകം ഉപയോഗിക്കാം. പിന്നെ പച്ചില വളങ്ങളെന്ന് പറയുമ്പോൾ പച്ചില വളങ്ങളിൽ ഈ സൂക്ഷ്മമൂലകങ്ങളായിട്ടുള്ള ഇരുമ്പ്, പിന്നെ അതുപോലെ ബോറോൺ, കാൽസ്യം അങ്ങനെയുള്ള വളങ്ങളൊക്കെ കൂടുതലുള്ള പച്ചില വളത്തിലാണ്. പച്ചില വളങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് നേരിട്ട് കളകളൊക്കെ പറിക്കുന്നതോ എല്ലാം കൂടെ കൂട്ടി നമുക്ക് ചെടിയിൽ ചൂട്ടിലിട്ട് കഴിഞ്ഞാൽ അത് ദ്രവിച്ച് പച്ചിലവളമായിട്ട് മാറുന്നതാണ്. അപ്പോൾ പച്ചിലവളങ്ങൾ ഉപയോഗിക്കാം, ചാണകം ഉപയോഗിക്കാം, കമ്പോസ്റ്റ് ഉപയോഗിക്കാം.
പിന്നെ നമുക്ക് ചാര വെണ്ണീർ എന്ന് പറയും, നമുക്ക് തീ കത്തിക്കാൻ കിട്ടുന്ന ചാര ഉപയോഗിക്കാം. പിന്നെ ബയോഗ്യാസ് നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ ബയോഗ്യാസിന് സ്ലറി ഉപയോഗിക്കാം. പിന്നെ മണ്ണിര കമ്പോസ്റ്റ്, എല്ലുപൊടി, അങ്ങനെയുള്ള ഒത്തിരി സാധനങ്ങൾ നമുക്ക് ജൈവവളങ്ങളായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഓരോ വളത്തിനും അതിൻ്റെതായിട്ടുള്ള പിന്നെ പ്രത്യേകതകളുണ്ട്. കാരണം അപ്പോൾ ചില വളങ്ങൾ നമുക്ക് എല്ലുപൊടിയൊക്കെ ആണെങ്കിൽ കൂടുതൽ നമുക്ക് ഫോസ്ഫറസിൻ്റെ അളവായിരിക്കും എല്ലുപൊടിയിൽ കൂടുതൽ, ചാരകം കൂടുതലിടുകയാണെങ്കിൽ പൊട്ടാഷ്യൻ്റെ അളവ് ചാരത്തിൽ കൂടുതലായിരിക്കും. അങ്ങനെയുള്ള ജൈവവളങ്ങൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് കോഴിവളം ഏറ്റവും നല്ലൊരു വളമാണ്. അപ്പോൾ കോഴിവളം നമ്മൾ ഒരു 1000 കിലോ കോഴിവളം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ 100 കിലോ അളവിന് യൂറിയ ഉണ്ടാവും. അതുപോലെ 150 കിലോ അളവിന് ഫോസ്ഫറസ് ഉണ്ടാവും, 50 കിലോ അളവിന് നമുക്ക് പൊട്ടാഷ്യം ഉണ്ടാവും. അപ്പോൾ നമുക്ക് കോഴിവളം നമുക്ക് സാധാരണ പുറത്തുനിന്ന് വാങ്ങുന്നില്ല, നമുക്ക് നിലവിൽ നമ്മുടെ വീട്ടിലുള്ള കോഴിവളം കിട്ടുകയാണെങ്കിൽ അത്ര നല്ലതാണ്. കാരണം അത്രയും നമുക്ക് മായമൊന്നും ചേരാത്ത തരത്തിലുള്ള കോഴിവളം നമുക്ക് ജൈവവളങ്ങൾ പോലെ തന്നെ ചെടികൾ നമ്മൾ വളർന്നു വരുന്ന സമയത്ത് നമുക്ക് പിന്നെ രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ നമുക്ക് വേറൊരു കാര്യം ഞാൻ പറയാനായിട്ട് വിട്ടുപോയി. നമുക്ക് കൂടുതലായിട്ട് ഈ വിത്തുകളൊക്കെ നടുമ്പോൾ നമുക്ക് സ്യൂഡോമോണസ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിലൊക്കെ സ്യൂഡോമോണസ് എന്ന് പറഞ്ഞിട്ടൊരു ജൈവ കുമിളുണ്ട്. അപ്പോൾ സ്യൂഡോമോണസ് നമുക്ക് പിന്നെ കടകളിൽ വാങ്ങാൻ ലഭിക്കുന്നതാണ്. അപ്പോൾ സ്യൂഡോമോണസ് നമ്മൾ ഒരു 20 ഗ്രാം സ്യൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ നിന്ന് കലക്കിയിട്ട് നമ്മൾ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെടികളുടെ ഇലകളൊക്കെ നല്ല രീതിയിൽ വളർന്നു വരുവാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. അതുപോലെ പെട്ടെന്ന് ചെടികൾ വേര് പിടിക്കാനൊക്കെ സ്യൂഡോമോണസ് സഹായിക്കും. അതുപോലെ നമുക്ക് ചാണകം തളിക്കുകയാണെങ്കിൽ നമ്മൾ 10 ഇരട്ടിയുള്ള 1 ലിറ്റർ ഗോമൂത്രം എടുക്കുകയാണെങ്കിൽ 10 ലിറ്റർ പച്ചവെള്ളം കൂടി ചേർത്ത് നേർപ്പിച്ച് നമുക്ക് ചെടിക്ക് നടാവുന്നതാണ്. അങ്ങനെ ചെയ്യാണ് നല്ലത്. നമുക്ക് നേരത്തെ ഒരു ചെടി നമ്മൾ മണ്ണിൽ വിത്തിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മുളച്ച് വരാനുള്ള സാധ്യത കുറവാണ്. അപ്പം മുളച്ച് വരാണെങ്കിലും കരുത്ത് കുറവായിരിക്കും. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സ്യൂഡോമോണസ് ലായനിയിൽ മുക്കി വെച്ചതിന് ശേഷം നടാവുന്നതാണ്. നമ്മൾ നേരത്തെ വളപ്രയോഗത്തിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു. വേപ്പുണ്ടാക്ക് പിന്നെ അല്ലെങ്കിൽ എല്ലുപൊടി അങ്ങനെയുള്ള വളങ്ങളൊക്കെ ഇട്ട് നമുക്ക് നടാവുന്നതാണ്. പിന്നെ നമുക്ക് കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളൂടെ പറയാം. നമുക്ക് പ്രത്യേകിച്ച് ഇപ്പം ഏറ്റവും അത്യാവശ്യം വേണ്ടൊരു കാര്യമാണ്. ഇപ്പോൾ ചെടികളെ സംരക്ഷിച്ച് നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ തരത്തിലുള്ള നമുക്ക് വീട്ടിൽ നിർമ്മിക്കാൻ പറ്റിയ തരത്തിലുള്ള കീടനാശിനികൾ, ചെറിയ വീര്യമുള്ള കീടനാശിനികൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് പുറത്തുനിന്നുള്ള ഈ കീടനാശിനികൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും ശരീരത്തിന് ദോഷകരമായിട്ട് മരുന്നുകൊണ്ട് നമുക്ക് വീട്ടിൽ നിർമ്മിക്കാൻ പറ്റുന്ന ചില ജൈവ കീടനാശിനികൾ നമുക്ക് നിർമ്മിച്ച് തളിച്ചു കൊടുക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് രോഗങ്ങൾ വരികയാണെങ്കിൽ ജൈവ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ സാധാരണ കാണുന്ന കീടങ്ങൾ എന്ന് പറയുമ്പോൾ മഞ്ഞ എന്ന് പറയുമ്പോൾ നമുക്കറിയാമായിരിക്കും. ഈ ഇലകളുടെ അടിയിൽ നീരൂറ്റി കുടിക്കുന്ന ചെറിയൊരു പ്രാണിയാണ് മുഞ്ഞ. പിന്നെ പച്ചത്തുള്ളൻ വരുന്നുണ്ട്. പിന്നെ വെള്ളീച്ച കണ്ടിട്ടുണ്ടോ? നമ്മൾ മരിച്ചിനി കപ്പയുടെ ഇലയുടെ അടിയിൽ ചെറിയ വെള്ള കളറുള്ള പ്രാണി ഇല തട്ടിക്കഴിഞ്ഞാൽ പറന്നു പോകുന്ന കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതാണ് വെള്ളീച്ച. അതുപോലെ മുഞ്ഞ പോലുള്ള കീടങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ പച്ചക്കറികളിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ 1-2 പച്ചക്കറികളുടെ തളിക്കാവുന്ന ജൈവ കീടനാശിനികൾ പറഞ്ഞുതരാം. അപ്പോൾ അത് കുറിച്ചെടുക്കുക. കൃഷി ചെയ്യുമ്പോൾ കാണുകയാണെങ്കിൽ നമുക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ജൈവ കീടനാശിനികളുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒത്തിരി കീടങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു കീടനാശിനിക്ക് കഴിവുണ്ട്. അപ്പോൾ നമുക്ക് വേപ്പെണ്ണ ഈ വെളുത്തുള്ളി ചേർന്നിട്ടുള്ള മിശ്രിതം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഏകദേശം 10ഓളം കീടങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കീടനാശിനിക്ക് കഴിവുണ്ട്. അതുപോലെ നമുക്ക് വേപ്പെണ്ണ വെള്ളത്തിൻ്റെ മിശ്രിതം, പിന്നെ പുകയില കഷായം, അങ്ങനെയുള്ള പിന്നെ നമുക്ക് ഗോമൂത്രവും കാന്താരിയും കൂടെയുള്ള മിശ്രിതം, അങ്ങനെയുള്ള കീടനാശിനികൾ നമുക്ക് ജൈവ രീതിയിൽ തന്നെ നമുക്ക് വീട്ടിൽ നിർമ്മിക്കാൻ കഴിയും. വീട്ടിൽ നിർമ്മിക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം തുച്ഛമായിട്ടുള്ള മുതൽ മുടക്കുള്ളൂ. ചെറിയൊരു തൂക്കം മുടക്കി കഴിഞ്ഞാൽ നമുക്ക് ജൈവ കീടനാശിനികൾ നിർമ്മിക്കുവാൻ അത് ചെടികളിൽ തളിച്ചു കൊടുത്ത് നല്ല ചെടി നമുക്ക് സംരക്ഷിച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് രോഗങ്ങൾ കാണുകയാണെങ്കിൽ രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രതിരോധമായിട്ട് ബോഡോമിശ്രിതം കേട്ടിട്ടുണ്ടാകും. റബ്ബറൊക്കെ അടിക്കുന്നതാണ് ബോഡോമിശ്രിതം തന്നെ നമുക്ക് പച്ചക്കറികൾക്കും രോഗങ്ങൾ കാണുകയാണെങ്കിൽ പെട്ടെന്നുള്ള ഇലകരിച്ചിൽ നമുക്ക് സാവധാനത്തിൽ ഇലകരിച്ചിൽ കാണുകയാണെങ്കിൽ നമുക്കത് രോഗമല്ല, പിന്നെ വളത്തിൻ്റെ കുറവാണ്. പൊട്ടാഷ് വളത്തിൻ്റെ ഫോസ്ഫറസ് വളത്തിൻ്റെ കുറവാണ്. നമ്മൾ പെട്ടെന്ന് പതുക്കെ ഒരു ഇലകരിച്ചിൽ വരികയാണെങ്കിൽ നമുക്ക് വളത്തിൻ്റെ കുറവെന്ന് മനസ്സിലാക്കാം. പെട്ടെന്നൊരു കരിച്ചിൽ വരികയാണെങ്കിൽ രോഗമായിരിക്കും.
ഇപ്പോൾ രോഗത്തിൻ്റെ അവസ്ഥയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും. പെട്ടെന്നുള്ള കരിച്ചിലൊക്കെ രോഗമായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ബോഡോ മിശ്രിതം നമുക്ക് തളിച്ചു കൊടുക്കാം. പെട്ടെന്ന് ഇലകൾ ചില ചെടികൾ ഇപ്പോൾ നമുക്ക് കൂടുതലും പയറിൽ കാണുന്ന പെട്ടെന്ന് ചെടി വാടിപ്പോകുന്നൊരവസ്ഥ ഉണ്ട്. അപ്പം പെട്ടെന്ന് വാടിപ്പോവാണെങ്കിൽ അത് ഫംഗസ് രോഗം മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ബോഡോ മിശ്രിതം തളിച്ചു കൊടുക്കാം. ഇതുണ്ടെങ്കിൽ സ്യൂഡോമോണസ് നമ്മൾ നേരത്തെ ചെടി നടുമ്പോൾ പറഞ്ഞ സ്യൂഡോമോണസ് 20 ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഈ വൈറസ് രോഗങ്ങൾ വരാത്ത വൈറസ് രോഗം എന്ന് പറയുമ്പോൾ ചില ചെടികളുടെ കുരുമുളകിൻ്റെയൊക്കെ ഇലയുടെ മുകൾ ഭാഗമൊക്കെ വീട്ടിൽ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ അറിയാം. നമുക്ക് സാധാരണ വരുന്നൊരു രോഗമാണ് കുരുമുളകിൻ്റെ ഇലയുടെ പുതിയ ഇലകൾ വരുന്നത് കുരുടിച്ച് നിൽക്കുന്നുണ്ട്, വലിപ്പ കുറവായിട്ട് കുരുടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ആ രോഗം എന്ന് പറയുമ്പോൾ വൈറസ് രോഗമാണ്. വൈറസ് രോഗത്തിന് പ്രത്യേകിച്ച് നമുക്ക് പച്ചക്കറി കൃഷിയുടെ കാര്യത്തിൽ നമുക്കൊരു വൈറസ് രോഗത്തിനുള്ള പ്രതിവിധി ഇല്ല. അപ്പം നമ്മൾ നിലവിൽ രോഗം വരാതിരിക്കാൻ സൂക്ഷിക്കുക. അത് രോഗം വന്ന ചെടി ഉണ്ടെങ്കിൽ ആ ചെടി നമുക്ക് പറിച്ച് മാറ്റിക്കളയുക. അതേ നമുക്ക് നിർവാഹമുള്ളൂ. വൈറസ് രോഗമാണെങ്കിൽ അപ്പോൾ വൈറസ് രോഗമാണെങ്കിൽ അങ്ങനെയുള്ള 2 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുപോലെ വൈറസ് രോഗത്തെ പകർത്തുന്നത് ഒരു ചെടിയിൽ നിന്ന് മറ്റേ ചെടിയിലേക്ക് വൈറസ് രോഗങ്ങളെ കൊണ്ടുപോകുന്നത് കീടങ്ങളാണ്. അപ്പോൾ നമുക്ക് പറക്കുന്ന ചെറിയ തരത്തിലുള്ള ചെറുപ്രാണികൾ ഒരു ചെടിയിൽ നിന്ന് ഇപ്പം നീരുറ്റി കുടിച്ചിട്ട് അടുത്ത ചെടിയിലേക്ക് പറന്നു പോകുമ്പോൾ ആ ചെടിയേക്കും ഈ രോഗം വരാറാണ് പതിവ്. അപ്പം വൈറസ് രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് കീടങ്ങളെ നിയന്ത്രിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതിൽ പിന്നെ പേന പേപ്പറൊക്കെ ഉള്ളതൊക്കെ ഒന്ന് എഴുതിയെടുക്കുക. ഒന്ന് രണ്ട് ജൈവ കീടനാശിനികൾ നിർമ്മിക്കുന്നത് എങ്ങനെയെന്നുള്ള പറഞ്ഞുതരാം. അപ്പോൾ അതിൽ ഒന്നെന്ന് പറയുമ്പോൾ നമുക്ക് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം. വേപ്പെണ്ണയും വെളുത്തുള്ളി എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. വേപ്പെണ്ണ നമുക്ക് വേപ്പയും കുരുവിനെ അരച്ച് കിട്ടുന്നതാണ് വേപ്പെണ്ണ. വെളുത്തുള്ളി നമുക്ക് വീട്ടിൽ ഉണ്ടാവും. അപ്പോൾ വേപ്പെണ്ണ നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ആയുർവേദ മരുന്ന് കിട്ടുന്ന കടയിൽ നിന്ന് നമുക്ക് വാങ്ങാൻ കിട്ടും. ഇപ്പോൾ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം നിർമ്മിക്കുകയാണെങ്കിൽ 1 ലിറ്റർ 20 മില്ലി വേപ്പെണ്ണ എടുക്കുക, വെളുത്തുള്ളി എടുക്കുക. 20 മില്ലി വേപ്പെണ്ണ, 20 ഗ്രാം വെളുത്തുള്ളി, ഈ 2 സാധനം ചേരുവകളാണ് നമുക്ക് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം നിർമ്മിക്കാനായിട്ട് നമുക്ക് ആവശ്യമാണ്. നമുക്കിത് നിർമ്മിച്ചുള്ള പ്രത്യേക ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി കീടങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. മുഞ്ഞ, അതുപോലെ വെള്ളീച്ച, പച്ചത്തുള്ളൻ, അങ്ങനെയൊക്കെ ഒത്തിരി കീടങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ സഹായിക്കും. അപ്പോൾ ഈ രണ്ടും എടുക്കുക. വേപ്പെണ്ണ 20 മില്ലി എടുക്കുക, പിന്നെ വെളുത്തുള്ളി 20 ഗ്രാം എടുക്കുക. അപ്പോൾ വേപ്പെണ്ണ നമ്മൾ നല്ലപോലെ 1/2 ലിറ്റർ വെള്ളത്തിൽ വേപ്പെണ്ണ നല്ലപോലെ കലക്കുക. അതുപോലെ വെളുത്തുള്ളി നല്ലപോലെ മിക്സിയിലോ അല്ലെങ്കിൽ അരച്ചെടുത്തിട്ട് അതിൻ്റെ നീര് നമ്മൾ ഒരു ചെറിയ തുണിയിരുന്നെങ്കിലും പിഴിഞ്ഞെടുക്കുക. അപ്പോൾ വേപ്പെണ്ണ 20 ഗ്രാം വെളുത്തുള്ളി ചതച്ചത് നീര് എടുത്തിട്ട് ഇത് രണ്ടും കൂടെ പിന്നെ 1 ലിറ്റർ വെള്ളത്തിൽ നല്ലപോലെ കലക്കുക. അതുപോലെ കലക്കിയതിന് ശേഷം അതിലേക്ക് ഒരു 5 ഗ്രാമിൻ്റെ അളവിന് ബാർ സോപ്പ്, പഴയ നേരത്തെ നമ്മൾ ഉപയോഗിക്കുന്ന ബാർ സോപ്പ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങണം. ബാർ സോപ്പ് ഒരു 5 ഗ്രാം ബാർ സോപ്പ് ചെറിയൊരു കഷ്ണം അരിഞ്ഞ് ചേർക്കുക. അതിനുശേഷം നമുക്ക് അത് തളിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ തളിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 7 അല്ലെങ്കിൽ 8 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് തളിക്കാവും. കാരണം അത് വീര്യമുള്ളതാണ്. അപ്പോൾ വേപ്പെണ്ണ വെള്ളം അത് ഒരു 2 ഇരട്ടി വെള്ളം ചേർത്ത് തളിക്കാവുന്നതാണ്. അപ്പോൾ 1 ലിറ്റർ നമ്മൾ ഇപ്പം നിർമ്മിക്കുകയാണെങ്കിൽ 1 ലിറ്റർ വെള്ളം കൂടി ചേർത്ത് നമുക്ക് തളിച്ചു കൊടുക്കാം. അപ്പോൾ തളിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഈ തളിക്കുന്ന മിശ്രിതം ഇലകളിൽ പറ്റിച്ച് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയൊരു കഷ്ണം ബാർ സോപ്പ് തളിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കീടങ്ങളൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ആ കീടങ്ങൾ നിയന്ത്രിച്ചതിന് ശേഷമുള്ള പച്ചക്കറി നമ്മൾ പറിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ലപോലെ വെള്ളത്തിൽ കഴുകി ഉപയോഗിക്കുക. അത് അപ്പോൾ നമുക്ക് ആ ജൈവ കീടനാശിനി നമുക്ക് വേറെ ആരോഗ്യത്തിന് ഹാനികരമൊന്നുമല്ല, നല്ലപോലെ കഴുകി ഉപയോഗിക്കും. അതുപോലെ നമുക്ക് മറ്റൊരു ജൈവ കീടനാശിനിയാണ് പുകയില കഷായം. നമുക്ക് പിന്നെ പുകയില നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങാൻ കിട്ടും. 50 ഗ്രാം പുകയില പുകയില നമ്മൾ വാങ്ങാൻ കിട്ടും. മുറുക്കാനൊക്കെ വാങ്ങുന്ന കടയിലുണ്ടാവും. അപ്പോൾ 50 ഗ്രാം പുകയില വാങ്ങുക. അതിന് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കുക. ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ തലേദിവസം ഇട്ട് വയ്ക്കുക. അപ്പോൾ ഒരു തലേദിവസം 1 ലിറ്റർ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. അതിന് അടുത്ത ദിവസം രാവിലെ, ഇപ്പോൾ തലേദിവസം രാത്രി ഇടുകയാണെങ്കിൽ അടുത്ത ദിവസം ഉച്ചയൊക്കെ ആകുമ്പോൾ അതിനെ എടുത്തിട്ട് അതിൻ്റെ കുതിരയിട്ട് അതിൻ്റെ വെള്ളത്തിൽ നിന്ന് ചണ്ടി ഉണ്ടെങ്കിൽ അത് പിഴിഞ്ഞ് മാറ്റും. അതുപോലെ പിഴിഞ്ഞ് മാറ്റിയതിന് ശേഷം ആ വെള്ളത്തിലേക്ക് ഒരു 10 ഗ്രാമിൻ്റെ അളവിന് സോപ്പ്, നമ്മൾ നേരത്തെ പറഞ്ഞ ബാർ സോപ്പ് ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് അലിയിച്ച് ചേർക്കുക. എന്നിട്ട് ഈ ലായനി നല്ല വീര്യമുള്ളതാണ്. അപ്പോൾ അതിനൊരു 5-6 ഇരട്ടി 5 ലിറ്റർ വെള്ളം കൂടെ ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം നമുക്ക് തളിച്ചു കൊടുക്കും. അപ്പോൾ ഇത് നമുക്ക് പിന്നെ ഫലപ്രദമായിട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് വീട്ടിൽ തന്നെ നിർമ്മിക്കാവുന്നതാണ്. അതുപോലെ ഫലപ്രദമായിട്ട് ഒത്തിരി കീടങ്ങൾ നമുക്ക് നിയന്ത്രിക്കാനും ഈ ഒരു ജൈവ കീടനാശിനി കൊണ്ട് സാധിക്കും.
പിന്നെ നമുക്ക് പിന്നെ കെണികൾ നമുക്ക് ഈ തണ്ടുതുരപ്പനും ഈ കായൊക്കെ നമ്മൾ സാധാരണ വീട്ടിൽ നമ്മൾ പാവലൊക്കെ കൃഷി ചെയ്യുമ്പോൾ കായ്കളൊക്കെ തുരന്നു പോകുന്നൊരു പ്രാണി കാണുന്നുണ്ട്. തണ്ടുതുരപ്പൻ എന്ന് പറഞ്ഞിട്ടൊരു കായ് തുരക്കുന്നൊരു പിന്നെ ഫ്രൂട്ട് ഫ്ലൈ എന്ന് പറയും. പഴയീച്ച കാണുന്നുണ്ടാവും. പഴയീച്ചയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫിറമോൺ കെണികൾ ഉപയോഗിക്കാം. ഫിറമോൺ കെണി നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. വളം വാങ്ങുന്ന കടയിലൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഫിറമോൺ കെണി ഉപയോഗിക്കുകയാണെങ്കിൽ കായ്ച്ച നിയന്ത്രിക്കാൻ സാധിക്കും. അതുപോലെ നമുക്ക് ചെറിയ തരത്തിൽ നമുക്ക് കായ്ച്ച നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കായ്ച്ചക്കെണി നമുക്ക് വയ്ക്കാൻ കഴിയും. കായ്ച്ചക്കെണി നിർമ്മിക്കാൻ വളരെ എളുപ്പമാണ്. കായ്ച്ചക്കെണി നിർമ്മിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഒരു ചെറിയൊരു ചിരട്ട എടുക്കുക. ചിരട്ടയുടെ അടിയിൽ ദൂരമുള്ള ചിരട്ട എടുക്കുക. ചിരട്ടയുടെ ഉള്ളിൽ നല്ല പഴുത്ത പാളയംകുടം പഴമോ എന്തെങ്കിലും ഒന്ന് മുറിച്ച് അതിൻ്റെ ഉള്ളിൽ ചിരട്ടയുടെ ഉള്ളിൽ വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ എന്തെങ്കിലും ചെറിയ തരി രൂപത്തിലുള്ള കീടനാശിനികൾ നമുക്ക് വാങ്ങാൻ കിട്ടും. ചെറിയ 5 ഗ്രാമിൻ്റെ ചെറിയ പാക്കറ്റ് വാങ്ങുന്നുണ്ട്. ആ ചെറിയ കീടനാശിനി നമ്മൾ ഈ പഴത്തിൻ്റെ മുകളിൽ വിതറിയിട്ട് നമ്മൾ ചെറിയ ഈ ഉറിയൊക്കെ കെട്ടിത്തൂക്കുന്ന പോലെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. കാരണം അത് നല്ലതാണ്. കാരണം നമുക്ക് ഒത്തിരി കായ്ച്ച വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രാണിയാണ്. കായ്ച്ച വന്നു കഴിഞ്ഞാൽ നമുക്ക് കായ്കളുടെ പുറമെ ചെറിയൊരു ദൂരം ഉണ്ടാക്കിയിട്ട് മുട്ടയിട്ട് വെച്ചിട്ട് പോകും. അപ്പോൾ പുഴുക്കളൊക്കെ ഈ കായലുള്ളിലുള്ള ഭാഗങ്ങളൊക്കെ തിന്ന് നശിപ്പിക്കാനും കായകളൊക്കെ പെട്ടെന്ന് മഞ്ഞളിച്ച് പോകാൻ സാധ്യതയുണ്ട്. അപ്പം കായ്ച്ച കെണി ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. നമുക്കിപ്പോൾ ഇതിൽ വേറെ കെമിക്കൽ നമുക്ക് രാസ കീടനാശിനികളൊന്നും ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ കെണിക്കകത്ത് ഈ കായ്ച്ച ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ചിരട്ടയുടെ ഉള്ളിൽ നമ്മൾ നല്ല പഴുത്ത പഴം വട്ടത്തിൽ തന്നെ വെച്ചിട്ട് അതിൽ ചെറിയ തരി രൂപത്തിലുള്ള കീടനാശിനി ഉണ്ടെങ്കിൽ അതിൽ വിതറി കൊടുക്കുന്നത്. അപ്പം ഈ കീടനാശിനി ഈ പ്രാണികളൊന്ന് പഴം കഴിക്കുന്നതോടുകൂടെ ചത്തുപോവാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നമുക്ക് കായ്ച്ചയെ നിയന്ത്രിക്കാൻ സാധിക്കും. അതുപോലെ പിന്നെ നമ്മൾ പറഞ്ഞത് രോഗങ്ങൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ചെടിയൊക്കെ വരുന്ന രോഗം എന്ന് പറഞ്ഞാൽ ഫംഗസ് രോഗങ്ങൾ നമുക്ക് കൂടുതലായിട്ട് ചെടികളിൽ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്നുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ പെട്ടെന്നുള്ള വാട്ടം, പെട്ടെന്ന് ചെടി ഉണങ്ങിയ പോലെ നിൽക്കുക, അതുപോലെ ഇലകൾ പെട്ടെന്ന് കരിഞ്ഞു പോവുക, അങ്ങനെയുള്ള പെട്ടെന്നുണ്ട് നമുക്ക് ഇലകൾ കരിയുന്ന പെട്ടെന്ന് പറയുമ്പോൾ ഒരു 2 ദിവസം കൊണ്ട് നമുക്ക് പെട്ടെന്നൊരു 5-6 ഇലകൾ പെട്ടെന്ന് കരിഞ്ഞ രീതിയിൽ കാണുന്നുണ്ടെങ്കിൽ അത് ഫംഗസ് രോഗത്തിൻ്റെ ആക്രമണമായിരിക്കും. ഫംഗസ് രോഗമാണ് നമുക്ക് ബോഡോ മിശ്രിതം, നമുക്ക് കുരിശും കുമ്പം ചേർന്നിട്ടുള്ള മിശ്രിതം തളിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൽ രോഗങ്ങളും കീടങ്ങളും, മെയിനായിട്ട് രോഗങ്ങളും കീടങ്ങളും നിയന്ത്രിക്കാൻ രീതിയിൽ നമുക്ക് ചെയ്യാം. സ്യൂഡോമോണസ് ഉപയോഗിക്കുകയാണെങ്കിൽ 2% വീതിയുള്ള സ്യൂഡോമോണസാണ് തളിക്കേണ്ടത്. 2% വീതിയുള്ള സ്യൂഡോമോണസ് എന്ന് പറയുമ്പോൾ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ സ്യൂഡോമോണസ് കലക്കിയിട്ട് നമുക്ക് ചെടികളിൽ തളിച്ചു കൊടുക്കാം. അതിനെപ്പറ്റി അധികം പഠിക്കേണ്ടതല്ല. പിന്നെ ഇത്രയൊക്കെയാണ് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ പച്ചക്കറി കൃഷിയായിട്ട് ബന്ധപ്പെട്ട്? ഇപ്പോൾ കൃഷി ചെയ്യുന്നവർക്കാണെങ്കിൽ കൃഷി ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ പഠിപ്പിച്ചതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. ഹലോ, കേൾക്കുന്നുണ്ടോ? സംശയം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. സ്യൂഡോമോണസ് നമുക്ക് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഗുണം പോവില്ല. വാങ്ങുന്ന സ്യൂഡോമോണസ് നോക്കി വാങ്ങുക. ഒരു സ്യൂഡോമോണസ് ഒരു പാക്കറ്റ് നമുക്ക് 1/2 കിലോ പാക്കറ്റാണ് കിട്ടുന്നത്. അപ്പോൾ 1/2 കിലോ പാക്കറ്റ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ 6 മാസം വരെയാണ് അതിൻ്റെ കാലാവധി. ഏകദേശം ഒരു 3-4 മാസത്തിനുള്ളിൽ ഉപയോഗിച്ച് തീർക്കുക. അതിൽ നമ്മൾ എക്സ്പയറി ഡേറ്റ് എഴുതിയിട്ടുണ്ടാവും, എത്ര നാൾ വരെ ഉപയോഗിക്കാമെന്നുള്ളൊരു ഡേറ്റ് എഴുതിയിട്ടുണ്ട്. ആ ഡേറ്റ് നോക്കി വാങ്ങി 4 മാസം വരെ, 3-4 മാസം വരെ നമുക്കത് പൊട്ടിച്ചിട്ട് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് അതിൻ്റെ ദിവസങ്ങൾ കഴിയുന്നതോറും അതിനകത്തുള്ള സൂക്ഷ്മാണുക്കളുടെ എണ്ണം കുറഞ്ഞു വരും. അതുകൊണ്ടാണ് നമ്മൾ 4 മാസം 3-4 മാസം പറയുന്നത്. വേറെ സംശയങ്ങളുണ്ടോ? മാതാപിതാക്കൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഏത് ചെടിയാ?
അപ്പം മുളക് നമുക്ക് പെട്ടെന്ന് പിന്നെ മൊത്തം മഞ്ഞ കളറായിട്ട് ഉണങ്ങിപ്പോവാണോ? ഇലകൾ അഴുകി പോകുന്നതാണോ? അതോ ചെടി മൊത്തം അഴുകി പോവാണോ? ചെടി മൊത്തം അഴുകി പോകുന്നുണ്ടല്ലേ. അത് നമുക്ക് ഫംഗസ് രോഗാണുക്കൾ മണ്ണിലുള്ളതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പം ബോഡോ മിശ്രിതം നമുക്ക് റബ്ബറിന് തളിക്കുന്ന പോലെ ബോഡോ മിശ്രിതം തയ്യാറാക്കി ഇലകളിലും തളിച്ചു കൊടുക്കുക. ചുവടിൽ തന്നെ നനക്കിൽ നിന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആഴ്ചയിലൊരു 2 പ്രാവശ്യം വെച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് മാറി വന്നു. ഫംഗസ് രോഗത്തിൻ്റെ ലക്ഷണമാണ് പെട്ടെന്നുള്ള വാടുന്ന അഴുകി പോകുന്നത്. ചെടികളെ ഒത്തിരി പൊങ്ങി പോവും. അതിനെ നുള്ളി വിട്ടാലും ശിഖരങ്ങളിലൂടെ വന്നത് നല്ല പൂവുണ്ടാവുമോ? അത് ഏതരത്തിലുള്ള ചെടികളാണ്? പൂക്കളുണ്ടാകുന്ന ചെടികളാണ്. പലതരം നല്ല ബന്ധികളുണ്ടല്ലോ. ബന്ധികൾ നമുക്ക് ഓക്കെ മനസ്സിലാക്കാം. നമുക്ക് ബന്ധികളുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഏകദേശം നമുക്ക് ആ ഒരു ഫ്ലവറിങ് നമുക്ക് കൂടാൻ വേണ്ടിയിട്ട് പിന്നെ പൂക്കളുണ്ടാകുന്ന ചെടികളാണെങ്കിൽ നമുക്ക് ആൾ-90 എന്ന് പറഞ്ഞിട്ടൊരു വളമുണ്ട്, വാങ്ങാൻ കിട്ടും. ആൾ-90 എന്ന് പറഞ്ഞിട്ട് ഒരു മിശ്രിതമാണ്. അത് മേടിച്ചിട്ട് 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പൂക്കളൊക്കെ നല്ലപോലെ ഉണ്ടാകുന്നുണ്ടാവും. പിന്നെ ഇലകളുടെ എണ്ണം കൂടുതലുണ്ടെങ്കിലും നമുക്ക് പൂക്കളുടെ എണ്ണം കുറയാറുണ്ട്. ഒത്തിരി ഇലകൾ കാണുന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഇലകൾ കുറച്ചൊരു 10% ഇലകൾ മുട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ പൂക്കളുടെ എണ്ണം ഇല്ലില്ല. അങ്ങനെ അത് കുഴപ്പമില്ല, മോശമല്ല. അത് നമുക്ക് ചെടികളിൽ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. പൂക്കളുണ്ടാകാൻ സാധ്യത കൂടുതലാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പുതിയ പൂക്കളെ നുള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ ആ ചെടിയിലുള്ള ഹോർമോൺ വ്യത്യാസം വരും. ഹോർമോൺ ചേഞ്ച് വന്നിട്ടാണ് പെട്ടെന്ന് പൂക്കൾ പിന്നെ ഉണ്ടാകാൻ സാധ്യത ഉള്ളത്. അത് നമുക്ക് തളിച്ചു കൊടുക്കുന്നത് പൊട്ടാഷ്യം നമുക്ക് വാങ്ങുകയാണെങ്കിൽ പിന്നെ വളക്കടയിൽ വാങ്ങാൻ കിട്ടും. ഈ പൂക്കൾ ചെടിയാകുമ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് ഒന്നും എടുക്കുന്നില്ലല്ലോ. അപ്പോൾ അതിനാണെങ്കിൽ നമുക്കൊരു 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ പൊട്ടാഷ്യം കലക്കി ഒന്ന് തളിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഉണ്ട്. അത് കുറെ കാലം കഴിഞ്ഞ് അതിനങ്ങ് വെട്ടിവിട്ടാൽ വീണ്ടും പുതിയ തലപ്പ് വന്ന കായ ഉണ്ടാവുമോ? അത് പെട്ടെന്ന് പോകുമല്ലോ. ഇല്ല. വഴുതന നമ്മൾ പിന്നെ അങ്ങനെ വെട്ടിവിട്ട് കഴിഞ്ഞാൽ കായ്ഫലം കുറേ നാട്ട് കാണുന്നില്ല. കായ്ഫലം സാധാരണ ഉള്ളവരെ കായ്ഫലം ഉണ്ടാകാറുണ്ട്. അങ്ങനെ നമ്മൾ വെട്ടിവിടുകയാണെങ്കിൽ പിന്നെ ഈ മഴക്കാലം അല്ലാത്ത സമയത്ത് പിന്നെ അങ്ങനെ വെട്ടിവിടാൻ ശ്രദ്ധിക്കുക. കാരണം മഴക്കാലമാണെങ്കിൽ നമ്മൾ ഈ വെട്ടിവിടുന്ന ഭാഗത്ത് ഈർപ്പം നിന്നിട്ട് പെട്ടെന്ന് നടന്ന് ചെടി അഴുകി പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ മഴക്കാലം കഴിഞ്ഞ ശേഷം നമുക്കങ്ങനെ വെട്ടിവിടുകയാണെങ്കിൽ കൂടുതൽ കായ്ഫലം കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ചീര പലതരം ഉണ്ടല്ലോ. ഏത് ചീരയാ? വേലിച്ചീരയാണോ അതാണോ? വേലിച്ചീര എന്ന് പറയുന്ന പച്ച. നമുക്ക് ചീരയിൽ നമുക്ക് പച്ചച്ചീരയുണ്ട്, പിന്നെ ചുവന്ന ചീരയുണ്ട്. അതിൽ നമുക്ക് പച്ചച്ചീരയാണ് കുറച്ച് നല്ലത്. ഗുണനിലവാരം വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വിറ്റാമിനും പിന്നെ അങ്ങനെയുള്ള മിനറൽസ് വൈറ്റമിൻസ് ഒക്കെ. അതെ. വേലിച്ചീര നമുക്ക് ഒരു പിന്നെ ഇച്ചിരി ബുഷായിട്ട് വളർത്തുന്നതല്ലേ, കുറച്ച് ഇച്ചിരി പൊക്കത്തിന് വളർത്തുന്ന ചെടിയല്ലേ. അതാണെങ്കിൽ അത് നല്ലതാണ്. നമുക്ക് മറ്റുള്ള ചീരയേക്കാൾ കുറച്ച് നല്ലതാണ്, ഗുണം കൂടുതലാണ്.